ഞാൻ പോളിറ്റിക്സിൽ എനിക്ക് വലിയ അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ പോളിറ്റിക്സിൻ്റെ വലിയ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത് 1999 to 2004 ഞാൻ കണ്ട് മനസ്സിലാക്കി. അതും പിന്നെ 94 ഈ സുക്രാമും അതുപോലെ തന്നെ ഈ കറപ്റ്റ് മിനിസ്റ്റേഴ്സ് എങ്ങനെയാണ് ഒരു യങ്സ്റ്ററിൻ്റെ മോട്ടിവേഷനും യങ്സ്റ്ററിൻ്റെ എൻ്റർപ്രൈസിനെ തകർക്കാൻ അവർക്ക് പവറുള്ളത് ഞാൻ ഫസ്റ്റ് ഹാൻഡ് അനുഭവിച്ച ആളാണ്. അപ്പോൾ പോളിറ്റിക്സിൻ്റെ എതിരെ ഒരാളായിരുന്നു. ഐ വാസ് വെരി ആൻറ്റി പോളിറ്റിക്സ്. ഈ പോളിറ്റിക്സ് ഒരു തോന്നിവാസമാണ്, എല്ലാ കൊള്ളാത്ത ആൾക്കാരുടെ ഒരു സ്ഥലമാണോ എന്നെല്ലാം വിശ്വസിക്കുന്ന ആളാണ്. കാരണം ഐ വാസ് ബാറ്റിൽ സ്കാർഡ്. ഞാൻ 2014 ഈ കമ്പനി ബിസിനസ്സെല്ലാം വിട്ടപ്പോൾ ഐ വാസ് ബാറ്റിൽ സ്കാർഡ് ബൈ പോളിറ്റിക്സ്. അപ്പോൾ പോളിറ്റിക്സിനെ കുറിച്ച് എനിക്ക് വലിയ താല്പര്യം ഉണ്ടാകുന്നില്ല. പക്ഷേ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ ലെറ്റ് us see. എനിക്ക് അങ്ങനെ ഒരു ക്വർക്കുണ്ട്. ഞാൻ ഇങ്ങനെ എല്ലാം എൻ്റെ ലൈഫിലെല്ലാം ഒരു ചാലഞ്ചായിട്ട് എടുക്കുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ ഞാനതൊരു ചാലഞ്ചായിട്ട് വെല്ലുവിളിയായിട്ട് കാണും. അപ്പോൾ എന്നോട് പറഞ്ഞ നിങ്ങളോ പോളിറ്റിക്സോ, യു വിൽ ബി ത്രോൺ ഔട്ട് ഓഫ് പോളിറ്റിക്സ്, യു വിൽ ബി എ മിസ്ഫിറ്റ്. അപ്പോൾ ഞാനത് വെല്ലുവിളി എടുത്തിട്ട് എനിക്ക് അന്ന് ഒരു സപ്പോർട്ട് കിട്ടി. ഐ ജോയിൻഡ് രാജ്യസഭ. എന്നിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആദ്യത്തെ ദിവസം എൻ്റെ സ്വെയറിങ്ങിൻ്റെ ദിവസം തൊട്ടടുത്ത് ബൃന്ദ കറാട്ടും മാർഗരറ്റ് ആൽവേ പോലെ ഓരോരോ വെറ്ററൻ പോളിറ്റീഷ്യൻ ലൗഡ്ലി സംസാരിക്കുക. ഓ വന്നല്ലോ ഒരു ബിസിനസ്മാനും മറ്റൊരു ബിസിനസ്മാൻ. കാരണം അന്ന് വിജയ് മല്യൻ്റെ കാലങ്ങളായിരുന്നു. അങ്ങനെ കുറേ ബിസിനസ്മാൻ വന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ബിസിനസ്സിന് അല്ല ഞാൻ പോളിറ്റിക്സിൽ ജോയിൻ ചെയ്തത്. ഞാനൊരു പട്ടാളക്കാരൻ്റെ മകനാവുമ്പോൾ ഞങ്ങളുടെ DNA ഈ പബ്ലിക് സർവീസ് എന്ന് പറഞ്ഞൊരു എന്താ പറയുക ഒരു 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 ആസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ പോളിറ്റിക്സ് ഓക്കെ നമുക്ക് ഇന്ത്യക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഞാൻ ഒരു കോൺഫിഡൻ്റ് ആളാണ്, എനിക്ക് ഐഡിയാസ് ഉണ്ട് മാറ്റാൻ, ഇന്ത്യനെ മാറ്റണമെങ്കിൽ എന്തെല്ലാം ചെയ്യണം ഒരു ഐഡിയ, ബബ്ലിങ് വിത്ത് ഐഡിയാസ്. അത് മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ പോളിറ്റിക്സിൽ ഇറങ്ങിയത്.